സാമൂഹിക മേഖലകളിലെല്ലാം സമാധാനത്തോടെ ജീവിക്കുവാൻ മനുഷ്യരെല്ലാവരും വളരെയധികം കൊതിക്കുകയാണ്. പ്രത്യേക അന്താരാഷ്ട്ര നിലവാരത്തിൽ യുദ്ധങ്ങളില്ലാത്ത, അക്രമങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പിടിക്കുവാനുള്ള വ്യത്യസ്തമായ പ്രക്രിയകൾ നാം ഏവരും കണ്ടുപിടിക്കുന്നു. ലോക സമാധാന ദിനമായി സെപ്റ്റംബർ മാസം 21-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന്റെ പതാകകൾ പാറിക്കളിക്കുന്ന, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കപ്പെടുന്ന, സമാധാനത്തിന്റെ മണിനാദം മുഴക്കപ്പെടുന്ന, സമാധാനത്തിന്റെ സൂചികകൾ ഉയർത്തി കാണിക്കുന്ന സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷം ഈ ലോകത്തിൻ്റെതായ സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതിന്റെ പ്രകാരമാണ് ഇപ്രകാരമുള്ള കാര്യാദികൾ നമ്മുടെ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ കണ്ണിന് മുമ്പിൽ ഓരോ ദിവസവും നമ്മുടെ മണിമുറ്റങ്ങളിലേക്ക് പറന്നിറങ്ങി വരുന്ന പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്ന വാർത്തകൾക്കകത്ത് ദൈന്യതയുടെ മുഖഭാവവുമായി ബോംബുകൾക്കും പീരങ്കികൾക്കും ആക്രമണത്തിന് മുമ്പിൽ പതറി നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ വേദനാജനകമായ ജീവിതത്തിന്റെ അവസ്ഥ നമ്മുടെ മുമ്പാകെ ഉയർത്തി കാട്ടപ്പെടുകയാണ്. എവിടെയും യുദ്ധമാണ്, എവിടെയും വെടിവയ്പ്പുകളാണ്, എവിടെയും അക്രമങ്ങളാണ്. അതുകൊണ്ടാണ് ഗാസയും പലസ്തീനും ഹമാസും യുക്രൈനും റഷ്യയും ഒക്കെ നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഈ സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇന്നത്തെ സുപ്രഭാതം പൊട്ടിവിടുന്നപ്പോൾ ലോകമെമ്പാടുമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, നമ്മുടെ ഈ കൊച്ചു ആലപ്പുഴ ജില്ലയിലുള്ള, പത്തനംതിട്ട ജില്ലയിലുള്ള ഓരോ പ്രിയപ്പെട്ടവരും വളരെ ആവേശത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ പുതുവത്സരത്തെ വരവേൽക്കുവാൻ കാത്തിരുന്നതാണ്. പക്ഷെ ചില വാർത്തകൾ നമ്മുടെ മനസാക്ഷിയിലേക്ക് കുത്തി നോവിക്കുന്നതായിട്ടല്ലേ കണ്ടുമുട്ടിയത്. ഇന്നത്തെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ട ഒരു വാർത്ത ഇപ്രകാരമാണ്: പുതുവത്സരം ആശംസിക്കാത്തതിന്റെ പേരിൽ സ്വന്തം കൂട്ടുകാരൻ ഇടനെഞ്ചിനകത്തേക്ക് 21 പ്രാവശ്യം എളിയിൽ കരുതിയ കടാര കുത്തിക്കയ്യെത്തിയ നരാധമന്റെ വാർത്ത നമ്മൾ കേട്ടതാണ്. സ്വന്തമായ ആഘോഷിക്കുവാൻ പണം നൽകാത്തതിന്റെ പേരിൽ, മദ്യം വാങ്ങുവാൻ പണം നൽകാത്തതിന്റെ പേരിൽ കൂട്ടുകാരന്റെ തലക്കടിച്ച് അവന്റെ ചോര വാർന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിന്ന ചെറുപ്പക്കാരന്റെ വാർത്ത ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചു വിട്ടതാണ്. പ്രിയരെ, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, അരാജകത്വം നിറഞ്ഞ ഈ കലുഷിതമായ സമൂഹത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുന്നു എന്ന് പ്രഖ്യാപിക്കാതെ, സമാധാനം ലോകം തരുന്നത് പോലെയല്ല, എന്റെ സമാധാനം നിത്യമായ സമാധാനമാണെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവ് കർത്താവായ യേശുക്രിസ്തുവാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായ ഒരെഴുത്തുകൾക്കോ, ലോകത്തിൻ്റെതായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ, ലോകത്തിൻ്റെതായ സമാധാനത്തിന്റെ ആളുകളെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിത്വങ്ങൾക്കോ, ഈശ്വരങ്ങൾക്കോ, മതസംഹിതകൾക്കോ, ആലോചനകൾക്കോ, കൂട്ടായ്മകൾക്കോ നൽകുവാൻ കഴിയാത്ത സമാധാനം നൽകുവാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു ക്രിസ്തു. അതേ മാനുഷികത തന്റെ ശരീരം മുഴുവൻ അടിയേറ്റവനായി തന്റെ മുഖത്തെ രോമങ്ങൾ പിടിതെറിഞ്ഞപ്പോൾ, അതിൽ നിന്ന് ഉതിർന്നു വീണ ചോരത്തുള്ളികൾ തന്റെ മുഖത്തുകൂടെ ഒഴുകിയിറങ്ങിയപ്പോൾ, തന്റെ പുറമൊഴിവുചാലുകൾ പോലെ കീറി മുറിക്കപ്പെട്ടപ്പോൾ, പച്ചമാംസത്തുണ്ടുകൾ പച്ചജീവൻ തുടിച്ച് പച്ചമണ്ണിൽ പിടഞ്ഞു വീണപ്പോൾ, യാതൊരു സങ്കോചവുമില്ലാതെ നിസ്സംഗഭാവത്തിൽ പരിഹാസത്തിന്റെയും പരശത ചോദ്യങ്ങളുടെയും ആക്രമണത്തിന്റെയും മുറകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സമാധാനത്തിന്റെ നായകനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയരെ, കാൽവരി ക്രൂശിൽ യേശു മരിക്കുമ്പോൾ, യേശു യാഗമായി തീരുമ്പോൾ, അവൻ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ടല്ല, ഈ പീഡന താഴന മുറകളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് അവന് ക്രൂശിൽ നിന്നും ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ടല്ല, അവനെതിരെ ആ ക്രൂശത്തിന്റെ മുനകളെറിഞ്ഞ, അവനെതിരെ കുന്തമുന നീട്ടിയെറിഞ്ഞ, അവനെതിരെ ചാട്ടവാർ വലിച്ചടിച്ച ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ, അവർക്കെതിരെ പോരാടുവാൻ അവന്റെ വാക്കുകൾക്ക് മൂർച്ചയോ ശക്തിയോ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്നത്, അത് സഹനത്തിന്റെ മാർഗമായതുകൊണ്ടാണ്, അത് സ്നേഹത്തിന്റെ മാർഗമായതുകൊണ്ടാണ്, അത് സമാധാനത്തിന്റെ മാർഗമായതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, ഈ പന്തളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് എന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവരുടെ കൂടെ ചേർന്നിരിക്കും ആവേശത്തോടെ ധൈര്യത്തോടെ പറയാൻ കഴിയും, ഇവർ ഒരു KSRTC
KSRTC ബസ്സിനും കല്ലെറിയുന്നവരല്ല. ഇവർ ഒരു വ്യക്തികളെ പോലും കൊല്ലുന്നവരല്ല. അവരുടെ ചുടുരക്തം അവന്റെ വിരിമാറിനകത്ത് നിന്ന് പിച്ചാത്തിപ്പിടി കയറ്റിയിറക്കി അത് ഓർന്നു വരുമ്പോൾ അത് കണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്നവരല്ല എന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നവര്. മുക്കാചക്രത്തിന്റെ ലഹരി സിരകൾക്കകത്തേക്ക് കുത്തിക്കയറ്റിയിട്ട് അതിന്റെ ലഹരിക്കകത്ത് അമ്മയെയും പെങ്ങളെയും മാതാപിതാക്കളെയും തിരിച്ചറിയാൻ കഴിയാത്തവരവരെ ആക്രമിക്കുന്നവരല്ല എന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ധൈര്യത്തോടെ, വളരെ ആവേശത്തോടെ, വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഈ സമാധാനം എന്ന് പറയുന്നത് അത് ലോകം തരുന്ന സമാധാനമല്ല. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് അത് നാം പഠിച്ചതോ ആരും പഠിച്ചതോ പഠിപ്പിച്ചതോ ആരെങ്കിലും ആഹ്വാനം ചെയ്തോ ആരെങ്കിലും മസ്തിഷ്കത്തിന്റെ അകത്തേക്ക് പ്രേരിപ്പിച്ചു കൊടുത്തു വിഫലമായ കലാപത്തിന്റെ ആഹ്വാനങ്ങൾ വിളിച്ചോതുന്നതായ അനുഭവങ്ങളല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. മാന്യരെ, നമ്മുടെ ജീവിതത്തിന്റെ അസമാധാനവും അസംതൃപ്തിയും അരാജകത്വവും അക്രമവും നിറഞ്ഞ ഈ ലോകത്തിന്റെ അനുഭവത്തിലേക്ക്, ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് സമാധാനത്തിന് വേണ്ടി പലവിധമായ സംഘടനകളും പലവിധമായ ആചാരങ്ങളും പലവിധമായ അനുഷ്ഠാനങ്ങളും പലവിധമായ കർമ്മങ്ങളും പലവിധമായ കാര്യാദികളും ചെയ്തിട്ട് പരാജയപ്പെട്ട ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, മറ്റൊരുത്തനിൽ കൂടെയും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. ഈ ലോകത്തിലെ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ മതസംഹിതകൾക്കോ ആചാര അനുഷ്ഠാനങ്ങൾക്കോ തത്വചിന്തകൾക്കോ യാത്രകൾക്കോ തീർത്ഥയാത്രകൾക്കോ പുണ്യപ്രവൃത്തികൾക്കോ പണം മുടക്കലുകൾക്കോ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക് സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് സമാധാനം നൽകിയത്, ഞങ്ങളുടെ ജീവിതത്തെ മാന്യരാക്കി മാറ്റിയത്, ഈ സമൂഹത്തിന് കൊള്ളാകുന്ന, ഈ കൊള്ളാകുന്ന, നമ്മുടെ രാഷ്ട്രത്തിന്റെ കെട്ടുമണിക്ക് കൊള്ളാകുന്ന ഒരു വ്യക്തിക്ക് പോലും ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാൻ കഴിയില്ല, ഇവർ കല്ലെറിയുന്നവരാണ്, ഇവർ കൊലവിളിക്കുന്നവരാണ്, ഇവർ സമരം നടത്തുന്നവരാണ്, ഇവർ കൊടിപിടിക്കുന്നവരാണ്, ഇവർ അവരെ കൊല്ലുന്നവരാണ് എന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം അഭിമാനത്തോടെ വിളിച്ചു പറയട്ടെ, പ്രിയരെ, ഞങ്ങളെ മാറ്റിമറിച്ചത് ഈ ലോകത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ദേശത്തിൽ മനുഷ്യരായി വിളങ്ങി ഈ താരഭൂമിയിലേക്ക് വരച്ച് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി നൽകിയ എന്റെ സമാധാന ലോകം തരുന്ന സമാധാന പാലയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ മനുഷ്യന് വേണ്ടി നൽകി തന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ് ഇത്. സഹനത്തിന്റെ മാർഗമാണ് ഇത്. സ്നേഹത്തിന്റെ മാർഗമാണ് ഇത്. പാപമോചനത്തിന്റെ മാർഗമാണ് ഇത്. നിത്യരക്ഷയുടെ മാർഗമാണ് ഇത്. നിത്യസ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാർഗമായതുകൊണ്ട് സ്നേഹിത, നാളെ വൈകുന്നേരം മുതൽ വിടയാളത്തിൽ വെക്കുന്ന പറയുന്ന ആ ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന ആധ്യാത്മിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും നടത്തപ്പെടുകയാണ്. ഞാനിവിടെ ചുരുക്കമാനങ്ങളിൽ പറഞ്ഞതായ സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത സനാതനമായ സന്ദേശം അവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ ദേശത്തിന് അതൊരു അനുഗ്രഹമായി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമാധാനപൂരിതമായ ജീവിതത്തിലേക്ക്, സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക്, കലാപമില്ലാത്ത, അക്രമമില്ലാത്ത, മദ്യപാനാസക്തിയില്ലാത്ത, ഭോഗാസക്തിയില്ലാത്ത, പീഡന താടന മുറകളില്ലാത്ത, ആക്രമണങ്ങളും ആക്രോശങ്ങളും ഇല്ലാത്ത സമാധാനപൂരിതമായ നല്ലൊരു അപ്പനാകാനും നല്ലൊരു അമ്മയാകാനും നല്ലൊരു മകനാകാനും നല്ലൊരു സഹോദരനാകാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങളാകുവാനുമുള്ള മനോഹരമായ സുവിശേഷത്തിന്റെ സന്ദേശം കൈമാറുന്ന ഇടമാണ് ആ കൺവെൻഷൻ ഗ്രൗണ്ട്. അവിടേക്ക് എന്റെ മാന്യരായ എല്ലാ സ്നേഹിതരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യസമാധാനവും രക്ഷയും പ്രാപിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ദേശത്തെ അനുഗ്രഹിക്കട്ടെ.